നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പുളിയിഞ്ചി സാധാരണ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ. വെറൈറ്റി രീതിയിലുള്ള പുളിയിഞ്ചിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ വടക്കൻ സൈഡിലാണ് പുളിയിഞ്ചി സാധാരണ സദ്യക്കൊക്കെ ഉണ്ടാക്കാറ്. നമ്മുടെ തെക്കൻ സൈഡിലൊക്കെ ഇഞ്ചിക്കറിയാണ് സാധാരണ കാണുന്നത്. സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ സാധാരണ മീൽസിൻ്റെ കൂടെ കിട്ടും ഈ പുളിയിഞ്ചി. അപ്പോൾ അങ്ങനെയാണ് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയത്. അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ മധുരവും കൂടി ആകുമ്പം ഒരു നല്ലൊരു മധുരവും പുളിയും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായതിന് പിന്നെ ഈ ഒരു രീതിയിൽ കൂടി ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഈ ഒരു രീതി ഉണ്ടാക്കിയപ്പോഴും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി രീതിയിലൊരു പുളിയിഞ്ചിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം പുളിയിഞ്ചി ഇന്ന് വെറൈറ്റി രീതിയിലുള്ള പുളിയിഞ്ചിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നമ്മൾ ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ വട്ടത്തിലായിട്ട് ചെറിയ പീസസായിട്ട് വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഒരു 3 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പുളി നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മുടെ പുളി ഇവിടെ ഇരുന്ന് ഒന്ന് സോക്ക് ആയിക്കോട്ടെ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ കരിഞ്ഞങ്ങ് പോവല്ല, നല്ല ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പം നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. വെണ്ടയ്ക്ക പീസസ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ എണ്ണ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഒരു 150 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മീഡിയം സൈസിലെ ഇഞ്ചിയാണ്, നാടൻ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് നല്ലപോലെ ചോപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ടിത് ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. അപ്പം നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക വറുത്തെടുത്തില്ലേ, അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഇത് വറുത്തെടുക്കണം. നമ്മുടെ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയെല്ലാം നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു വറ്റൽമുളക് കീറിയതും അതുപോലെ തന്നെ ചെറിയ ഉള്ളി 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 എരിവിനനുസരിച്ചുള്ള പച്ചമുളക് 3-4 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ പീസസായിട്ട് ചെറുതായിട്ട് വട്ടത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്. വെളുത്തുള്ളി ഒരു 4 ചെറിയ സൈസ് നാടൻ വെളുത്തുള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഫ്രൈ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടി ഇടുന്നത് 2.5 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. പിന്നെ അതുപോലെ ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി ഒരു നുള്ളി ജീരകപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ഇടാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല. ഇത് മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉലുവയും ജീരകപ്പൊടിയും. നമ്മുടെ പൊടികളെല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കഷ്ണങ്ങളെല്ലാം ഈ പൊടികൾക്കകത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ പീസസ് ഇതുപോലെ തന്നെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഇതിനകത്തോട്ട് അരിച്ചൊന്ന് ഒഴിക്കണം. പുളിയുടെ വെള്ളം നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. നല്ലപോലെ പുളി പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 300 ml വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.25 കപ്പ് വെള്ളം കാണും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുടെ പീസസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 3 ബ്ലോക്ക് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഈ ചാറൊന്ന് കുറുകി വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അന്നേരത്തിന് ഈ നമ്മുടെ ശർക്കരയെല്ലാം നല്ലപോലെ മെൽറ്റായി കിട്ടും. അതിനകത്ത് കിടന്ന് തന്നെ നല്ലപോലെ മെൽറ്റായി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വേസ്റ്റൊക്കെ ഉള്ള ഒത്തിരി വേസ്റ്റ് ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നമുക്ക് വേറെ ഇത്തിരി ശർക്കര ഉരുക്കിയിട്ട് അരിച്ച് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ അരിച്ചൊഴിക്കാതെ അതിനകത്ത് തന്നെ ശർക്കരയുടെ ബ്ലോക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിക്ക് ആക്കണമെങ്കിൽ കുറച്ചും കൂടി ഇന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ഒത്തിരി അങ്ങ് കുറുകിയല്ല എടുത്തിരിക്കുന്നത്. ഇച്ചിരി ഒരു ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗ്ലാസ് ജാറിനകത്ത് ഒഴിച്ച് വെച്ചാൽ ഒരു 2-3 ദിവസം പുറത്തിരുന്നാലും കേടാകാതെ ഇരിക്കും. ഇങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.